ഒരുപാട് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഉടനെ നേരെ പോയത് കുളിയും വിളക്കത്തിക്കലോ കഴിഞ്ഞതിന് ശേഷം അനന്തകുട്ടൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് കാണാനാണ് പോയത്. ഞാൻ പഠിച്ച സ്കൂളാണ് ഇത്. ഇപ്പോൾ അനന്ത് പഠിക്കുന്നുണ്ട്, നാത്തുവിൻ്റെ മോനായിട്ട്. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കുറേ നേരം ആ പരേഡും കാര്യങ്ങളൊക്കെ കണ്ടതാ. നമ്മളെല്ലാവരും അനന്തുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇനി ആ കേശുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. കേശുവിന് നല്ല ചുമയായിരുന്നു. അങ്ങനെ നമ്മൾ കേശുവിനെ വേറൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഭയങ്കര മടിയാണ് ഹോസ്പിറ്റലിൽ വരാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് പനിയും കാര്യങ്ങളൊക്കെ നോക്കി. അവിടുത്തെ ഡോക്ടറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ ജി ഹോസ്പിറ്റലിലാണ്. പട്ടം ജിയിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല, പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് മുക്കോലയ്ക്ക് വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചതിന് ശേഷം നേരെ വന്നത് ഫുഡ് കഴിക്കാനായിരുന്നു. ഇതിന് മുന്നേ ഒരു ദിവസം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും വന്ന് കഴിക്കാനായിട്ട് പൂരിയും മുട്ടക്കറിയുമാണ് കഴിച്ചത്. മുട്ട റോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ പൂരി മസാല ഉണ്ടായിരുന്നു എന്തോ, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ മുട്ട റോസ്റ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മുടെ കുളത്തൂർ തന്നെയാണ് ഈ കടയുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ഒരു ചായയും കൂടെ കുടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോകണം. അപ്പോൾ അവിടെ ഒരു ബുദ്ധനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പച്ചപ്പ് ഹരിതാഭയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി നേരെ വീട്ടിലോട്ട്.